വെൽക്കം ടു മൂവി ബ്രാൻഡ്. മിമിക്രി വേദികളിൽ എന്നും മലയാളികൾക്ക് മറക്കാനാവാത്ത ചിരി സമ്മാനിച്ച കലാകാരനാണ് കൊല്ലം സുധി. സുധിയുടെ അകാല മരണം ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും സഹപ്രവർത്തകരോ കുടുംബമോ ഇനിയും മുക്തരായിട്ടില്ല. സുധിച്ചേട്ടൻ ഞങ്ങളെ വിട്ട് എങ്ങും പോവില്ലെന്നായിരുന്നു നടന്റെ വിയോഗശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഭാര്യ രേണു പറഞ്ഞത്. സുധിയുടെ ഓർമ്മകളിലൂടെയാണ് രേണു ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൊല്ലം സുധിയുടെ മരണശേഷം സുധിയുടെ സഹോദരിയെ പോലെ തന്നെ ഇതുവരെ ഒപ്പം നിന്ന് ആശ്വസിപ്പിക്കുകയും തണലാകുകയും ചെയ്യുന്ന വ്യക്തിയാണ് അവതാരക ലക്ഷ്മി നക്ഷത്ര. സുധി പങ്കെടുത്തിരുന്ന സ്റ്റാർ മാജിക്കിലെ അവതാരകയായിരുന്നു ലക്ഷ്മി നക്ഷത്ര. സാമ്പത്തികമായും മാനസികമായും സുധിയുടെ മക്കൾക്കും രേണുവിനുമൊപ്പം ലക്ഷ്മിയുണ്ട്. ഇപ്പോഴത്തെ വളരെ നാളുകളായുള്ള രേണുവിന്റെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കുകയാണ് ലക്ഷ്മി. അപകട സമയത്ത് സുധി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ രേണു അതേപോലെ സൂക്ഷിച്ച് വെച്ചിരുന്നു. മരിച്ചവരുടെ മണം അവരുടെ വസ്ത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കി അത് പെർഫ്യൂമാക്കി മാറ്റുന്നവരെ കുറിച്ച് അറിഞ്ഞ് രേണു ഇക്കാര്യം ലക്ഷ്മിയോട് പറഞ്ഞു. സുധിയുടെ മണം തന്റെ മരണം വരെ തനിക്കൊപ്പം വേണമെന്ന ആഗ്രഹമുണ്ടെന്നും ആ മണം പെർഫ്യൂമാക്കി മാറ്റാൻ സഹായിക്കാമോ എന്നുമായിരുന്നു രേണു ലക്ഷ്മിയോട് ചോദിച്ചിരുന്നത്. പിന്നീട് അതിനുള്ള ശ്രമത്തിലായിരുന്നു ലക്ഷ്മി. ഒടുക്കം രേണുവിന്റെ ആ വലിയ ആഗ്രഹം സഫലമാക്കിയിരിക്കുകയാണ് ലക്ഷ്മി. മണം പെർഫ്യൂമാക്കി മാറ്റാൻ കഴിവുള്ള കലാകാരനെ അന്വേഷിച്ച് പലയിടങ്ങളിലും ലക്ഷ്മി യാത്ര ചെയ്തിരുന്നു. ആ യാത്ര ചെന്ന് അവസാനിച്ചത് ഡോക്ടർ യൂസഫ് അലിയാണ്. സുഗന്ധ ലേപനങ്ങളിൽ ലോകമെമ്പാടും നിന്നും ആൾക്കാർ തേടിയെത്തുന്ന ദുബായ് മലയാളിയാണ് ഡോക്ടർ യൂസഫ്. അദ്ദേഹത്തിന് വെറും 10 മിനിറ്റ് മതി വ്യത്യസ്തമായ മനം മയക്കുന്ന പുതിയൊരു സുഗന്ധ കൂട്ടുണ്ടാക്കാൻ. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിന്റെ ഗന്ധത്തിൽ നിന്നും യൂസഫ് സുഗന്ധ ലേപനം ഉണ്ടാക്കും. അത് തന്നെയാണ് യൂസഫിനെ തിരക്കി ആളുകൾ എത്തുന്നതിനും കാരണം. ഇത്തരത്തിൽ ഇദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞ് എത്തിയതായിരുന്നു ലക്ഷ്മിയും. രേണു സൂക്ഷിച്ചിരുന്ന കൊല്ലം സുധിയുടെ വസ്ത്രങ്ങൾ ലക്ഷ്മി യൂസഫിന് കൈമാറി. കൂടാതെ സുധിയുടെ ശീലങ്ങളും രീതികളും ചോദിച്ച് മനസ്സിലാക്കി. സുധിയുടെ ഷർട്ടിന്റെ മണത്തിനോട് കിടപിടിക്കുന്ന പെർഫ്യൂം തയ്യാറാക്കി ലക്ഷ്മിക്ക് കൈമാറി. പെർഫ്യൂം മണത്ത് നോക്കിയ ലക്ഷ്മിയുടെ കണ്ണ് നിറയുന്നത് വീഡിയോയിൽ കാണാമായിരുന്നു. സുധി ചേട്ടന്റെ ഗന്ധം അതുപോലെ ഫീൽ ചെയ്യുന്നുവെന്നാണ് ലക്ഷ്മി പറഞ്ഞത്. ഇതാദ്യമായാണ് അപകട സമയത്ത് ഒരു വ്യക്തി ധരിച്ച വസ്ത്രവുമായി ഒരാൾ തന്നെ സമീപിക്കുന്നതെന്നും പെർഫ്യൂം തയ്യാറാക്കി തരാൻ ആവശ്യപ്പെടുന്നതെന്നും യൂസഫ് പറയുന്നു. അതുകൊണ്ട് തന്നെ സുധിയുടെ വസ്ത്രങ്ങൾ കയ്യിലെടുത്ത യൂസഫിന്റെ കണ്ണുകളും നിറഞ്ഞു. ലക്ഷ്മിക്കൊപ്പം സുധിയുടെ ഭാര്യ കൂടി വന്നിരുന്നുവെങ്കിൽ സുധിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി പെർഫ്യൂം തയ്യാറാക്കാമായിരുന്നുവെന്നും വീഡിയോയിൽ യൂസഫ് പറയുന്നുണ്ട്. പിന്നാലെ രേണുവിനായി ലക്ഷ്മി ചെയ്ത പ്രവൃത്തി അഭിനന്ദിച്ച് നിരവധി ആളുകളാണ് എത്തിയിരുന്നത്. ഇത് രേണുവിനെയും മക്കളെയും ഏറെ സന്തോഷിപ്പിക്കുമെന്നും ഇത് കാണുമ്പോൾ ഒരു പൊട്ടിക്കരച്ചിലാകാം അവർക്കുണ്ടാകുക. ചിന്നുവിന് 1 കോടി പുണ്യം കിട്ടും. സുധിയുടെ ജീവവായു തന്നെയാണ് രേണുവിന് കൊടുക്കുന്നത് എന്നും ചിലർ കമന്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം വേദനകളിൽ നിന്നും വിഷമതകളിൽ നിന്നും ജീവിതത്തിന്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് രേണു. അഭിനയ രംഗത്തേക്ക് രേണു ചുവടുവെക്കുകയാണ്. നാടകരംഗത്തേക്കാണ് രേണുവിന്റെ കടന്നുവരവ്. കൊച്ചിൻ സംഘമിത്രയുടെ ഇരട്ട നഗരം നാടകത്തിൽ കോളേജ് വിദ്യാർത്ഥിനിയായാണ് രേണു അഭിനയത്തിന് ഹരിശ്രീ കുറിക്കുന്നത്. 2023 ജൂൺ 5-നായിരുന്നു കേരളക്കരയെ ഒന്നാകെ നടുക്കിക്കൊണ്ട് കൊല്ലം സുധിയുടെ മരണവാർത്ത പുറത്തുവന്നത്. ഒരു പരിപാടി കഴിഞ്ഞ് മടങ്ങവേ സുധിയും സംഘവും സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു. ബിനു അടിമാലി, മഹേഷ് കുഞ്ഞുമോൻ തുടങ്ങിയവരും സുധിക്കൊപ്പം ഉണ്ടായിരുന്നു. അപകടം നടന്ന ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും സുധിയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു.